നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ പ്രേമിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? എത്ര വലിയ തെറ്റാ എനിക്ക് പറ്റിയെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അന്ന് ചന്ദ്രയ്ക്ക് പകരം നിനക്ക് വേണ്ടി ഞാൻ വാശി പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. നിന്നോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള തിരിച്ചടി എനിക്കിപ്പോൾ കിട്ടിയത്. നിന്നെ എൻ്റെ വീട്ടിൽ കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടിപ്പോ എനിക്ക് നിന്റെ കാല് പിടിക്കേണ്ടി വന്നു. നിന്റെ ഈ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വന്നു. ഒരു കണക്കും തീർക്കാതെ നമുക്കിവിടുന്ന് പോവാൻ പറ്റില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി മോളെ. പ്രേമിച്ച് വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഞാനൊന്നും ഓർക്കാറ് പോലുമില്ല. അത് നിന്റെ വലിയ മനസ്സ്. ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് പൊറുക്കണം മോളെ. പണ്ട് നിന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് മാപ്പ് തരണം. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാന്ന് അറിയാലോ ചേച്ചിക്ക്. എന്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. ചേച്ചി എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിലല്ലേ ഞാൻ മാപ്പ് തരേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു തെറ്റ് ചേച്ചി ഒരിക്കലും ചെയ്തിട്ടില്ല. പിന്നെ പലപ്പോഴും സാഹചര്യങ്ങളെ ചേച്ചി നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന. അത് ചേച്ചിയും ചെയ്തിട്ടുണ്ടാവാം. ഞാനതൊക്കെ അന്നേ മറന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും ചേച്ചി എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഈ വീട്ടിൽ എത്ര കാലം വേണമെങ്കിലും ചേച്ചിക്ക് താമസിക്കാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അമൃതേട്ടൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്കിനി അവളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ദേവികെ. അവളെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നും. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും തോന്നും. പല കുറവുകളും ഉണ്ട് പലർക്കും. അതൊക്കെ നമ്മൾ സഹിക്കാനും തയ്യാറാ. പക്ഷെ ഇതിന് മാപ്പില്ല. അവൾ ആ വീട്ടിൽ നിന്ന് മാറിയേ പറ്റൂ. അതാ അതിന് പരിഹാരം. അല്ലാതെ ഇതിനൊരു പോംവഴി വേറെ ഇല്ല. ആർക്കു വേണ്ടി അമ്മ അടുക്കള അത്ര ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരുത്തി വന്ന് കേറിയിട്ടുണ്ടല്ലോ. അവളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. ഓഹോ, അപ്പൊ അമ്മ ഇവിടുത്തെ വേലക്കാരിയായിരുന്നല്ലേ? എനിക്കതറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് ഈ വീടിന്റെ ഗൃഹനാഥ അമ്മയായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും ശരത്തെ? എന്റെ ഗതികേട് ഇതായി പോയി. അമ്മയുടെ കുറ്റ, അമ്മയുടെ മാത്രം കുറ്റ. അമ്മ വാ തുറന്ന് പറയണം, വലിഞ്ഞു കയറി വരുന്നവർക്കൊന്നും വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. അമ്മ വഴിയും കൊടുത്തോണ്ട് അവർക്ക് ഇത്ര അഹങ്കാരം. തല്ലി ഒടിച്ച് കളയണം അവളുടെ കൊമ്പ്. അങ്ങനെ ഇപ്പൊ അവള് നിഗളിക്കണ്ട. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ശരത്തെ. അവളുടെ ചെലവിലാണല്ലോ ഇപ്പൊ ജീവിതം. ഈ വീട് അവളുടെ. ഇവിടുത്തെ ചെലവ് നോക്കുന്നതോ അവള്. എനിക്ക് പരിമിതികളില്ലേ? പരിമിതികളെ ധൈര്യം കൊണ്ട് അമ്മ മറികടക്കണം. ജീവിതം എന്ന് പറഞ്ഞ ഒരു യുദ്ധമാണമ്മേ. സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളെ കടിച്ചു കയറാൻ വരും. അവരെ ശക്തമായി നേരിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് അമ്മയുടെ അവസ്ഥ ഓർത്ത് നല്ല സങ്കടമുണ്ട്. അപ്പോ സഹിക്കുന്ന എന്റെ കാര്യം പറയണോ? മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ടാ ഞാനിവിടെ എല്ലാം സഹിച്ച് ജീവിക്കുന്നത്. എന്റെ പ്രതീക്ഷ മുഴുവൻ നിത്യയുടെ കല്യാണമായിരുന്നു. അതും നടന്നില്ല. അമ്മ അങ്ങനെ നിരാശപ്പെടല്ലേ. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ഇപ്പൊ വന്നു കയറി ധൂമകേതുവില്ലേ, അവരെ ഓടിക്കാനുള്ള വഴി എന്താണെന്ന് അമ്മ ആലോചിക്കേ. അതാദ്യം ചെയ്യേണ്ടത്.
അമ്മ വിചാരിച്ച അതൊക്കെ പറ്റും. അവരെ ഇവിടുന്ന് എങ്ങനെയും പറഞ്ഞു വിടണം അമ്മേ. അമ്മയുടെ മിടുക്ക് അമ്മ അതിലാ കാണിക്കേണ്ടത്.